നമസ്കാരം. മലയാളികളടക്കം ആയിരക്കണക്കിന് പേർ തൊഴിൽ തേടി ദിവസേന വിമാനം കയറുന്ന ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ. അനേകം ഇന്ത്യൻ പ്രവാസികൾ കാലാകാലങ്ങളായി സൗദിയിൽ തൊഴിലെടുക്കുന്നുണ്ട്. പ്രവാസികളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന രാജ്യമാണെങ്കിലും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും സൗദി അനുവദിക്കാറില്ല. ഈ വർഷം നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം മാത്രം 101 വിദേശികളുടെ വധശിക്ഷയാണ് സൗദി അറേബ്യ നടപ്പിലാക്കിയത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ വർഷത്തിൽ ഇത്രയും ആളുകളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഇതാദ്യമായാണ്. നിയമത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സൗദി അറേബ്യ കാണിക്കില്ല. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ നടത്തിയ സുരക്ഷാ പരിശോധനകളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 19,024 പ്രവാസികൾ അറസ്റ്റിലായിരുന്നു. ഇവരെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ വിസ, തൊഴിൽ, അതിർത്തി രക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ സുരക്ഷാ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് അറസ്റ്റിലായത്. നേരത്തെ അറസ്റ്റിലായി കരുതൽ തടങ്കിൽ കഴിയുന്ന 10,537 പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൗദിയിൽ നിന്ന് നാട് കടത്തിയതായാണ് വിവരം. പിടിയിലായവരിലും നാട് കടത്തപ്പെട്ടവരിലും ഇന്ത്യക്കാരായ പ്രവാസികളും ഉൾപ്പെടുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സുരക്ഷാ ഏജൻസികളുടെ സഹകരണത്തോടെ നവംബർ 21-നും 27-നും ഇടയിലുള്ള ദിവസങ്ങളിലാണ് പരിശോധന നടത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും വാഹനങ്ങളിലും പ്രവാസികളുടെ താമസ കേന്ദ്രങ്ങളിലും മറ്റും നടത്തിയ പരിശോധനകളിലാണ് ഇത്രയേറെ പേർ പിടിയിലായത്. കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായവരിൽ 11,268 പേർ രാജ്യത്തെ താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരാണെന്നാണ് അധികൃതർ പറയുന്നത്. 4,773 പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചിരുന്നു. 2,983 പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു. അതിർത്തി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിന് 1,212 പേരെയാണ് സുരക്ഷാ അധികൃതർ പിടികൂടിയത്. ഇവരിൽ 73% എത്യോപ്യക്കാരും 25% യമനികളും ബാക്കി 2% മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്തേക്ക് അതിർത്തികളിൽ വഴി കടക്കാൻ ശ്രമിച്ച 122 പേരെയും പിടികൂടിയിരുന്നു. നിയമവിരുദ്ധമായി രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾക്ക് താമസ സൗകര്യം ഒരുക്കുകയും വാഹനങ്ങൾ നൽകുകയും ജോലി നൽകുകയും ചെയ്തതിന് 22 പേരെയും സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു. പുതിയതായി അറസ്റ്റിലായവരെ കൂടാതെ 24,107 പ്രവാസികൾ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ നിയമ നടപടികൾ നേടുന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇവരിൽ 21,176 പേർ പുരുഷന്മാരും 2,931 പേർ സ്ത്രീകളുമാണ്. 15,970 പേരെ നാട്ടിലേക്കുള്ള യാത്രാരേഖകൾ ശരിയാക്കുന്നതിനായി ബന്ധപ്പെട്ട നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. 2,633 പേർക്ക് അവരുടെ യാത്രാ ബുക്കിംഗ് അന്തിമമാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിയമലംഘകരെ സഹായിക്കുകയോ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യം നൽകുകയോ യാത്ര ചെയ്യാൻ വാഹനം നൽകുകയോ താമസത്തിന് സൗകര്യം ഒരുക്കി നൽകുകയോ ഒക്കെ ചെയ്യുന്നത് കുറ്റമായി തന്നെയാണ് സൗദി കാണുന്നത്. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തരം കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ പിഴയായും ലഭിക്കും. അതിനു പുറമെ ഈ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച വാഹനങ്ങളും കെട്ടിടങ്ങളും നിയമ നടപടിക്ക് വിധേയമാക്കുമെന്നും അധികൃതർ താക്കീത് നൽകുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.